ഉള്ളത് മുഴുവൻ ഇൻഷുറൻസിലിട്ട നീ പിന്നെ പട്ടിണി കിടക്കൂടാ ഓനച്ചൻ പന്നി. എങ്ങോട്ട് എത്ര രാവിലെ? എനിക്ക് അത്യാവശ്യമായിട്ട് ഓനച്ചനെ ഒന്ന് കാണണമായിരുന്നു. അശോകേട്ടൻ ഈയിടെയായിട്ട് എപ്പോഴും ഓനച്ചന്റെ കൂടെയാണല്ലോ. എന്താ അവിടെ വിശേഷം? ഓനച്ചൻ വളരെ നല്ലൊരു മനുഷ്യനാ. ലോകത്തിന് എന്തെല്ലാം കാര്യങ്ങൾ അറിയാന്നറിയോ ഓനച്ചന്. ആ നല്ല മനുഷ്യനെയാണ് ഇന്നലെ ഓർക്കത്തിൽ ഓനച്ചൻ പന്നിന്ന് വിളിച്ചത്. ഓനച്ചൻ പന്നിന്നോ? ഞാനോ? ഞാൻ കേട്ടതല്ലേ. അത് വല്ല സ്വപ്നത്തിലും വിളിച്ചതായിരിക്കും. സ്വപ്നത്തിലായാലും യഥാർത്ഥത്തിലായാലും നല്ല മനുഷ്യരെ ആരെങ്കിലും ചീത്ത വിളിക്കുവോ? മറ്റുള്ളവരുടെ സ്വപ്നത്തിൽ കയറി ഇടപെടരുത്. എന്താ ഇത്? ഒരബദ്ധം പറ്റി അശോക. എന്തബദ്ധം? ഈ ഡോർ എങ്ങനെയോ ലോക്കായി പോയി. താക്കോൽ കാണാനുമില്ല. കുട്ടിക്ക് പുറത്തോട്ടോ എനിക്ക് അകത്തോട്ടോ കയറാനും നിവൃത്തിയില്ല. താക്കോൽ എവിടെ പോവാനാ? ഇവിടെ എവിടെയെങ്കിലും കാണും. ഇന്നലെ രാത്രി ഗുഡ് നൈറ്റ് പറയുമ്പോ താക്കോൽ ആ കീ ഹോളിൽ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. വയസ്സുകാലത്ത് താക്കോൽ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് ഓർമ്മ. താക്കോൽ ഇവിടെ ഇല്ല, ഡ്യൂപ്ലിക്കേറ്റും ഇല്ല. ആ കൊല്ലനോട് വരാൻ പറഞ്ഞിരിക്കുക കുത്തിപ്പൊളിക്കാൻ. കൊല്ലനും വില്ലനൊന്നും വേണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ഇതിലൊരു താക്കോൽ കിടക്കുന്നു. ഇതാണോ? ഇതെവിടുന്ന് കിട്ടി? ഇവിടുന്ന് കിട്ടി. എവിടുന്ന്? ഇതിന്ന്. ഏതിന്ന്? ഇതിന്ന്. തുറന്നു. മോളെ കുറ്റിയെടുത്തേ, മോളത്തെ കുറ്റിയെടുത്തേ. ഡ്രസ്സൊക്കെ മാറിയല്ലോ. ഓഫീസിൽ നിന്ന് ഫോൺ വന്നിരുന്നു, ഞാൻ അങ്ങോട്ട് പോവാ. അയ്യോ, ബെഡ് കോഫി പോലെ കുടിക്കാൻ. ബെഡ് കോഫി ഞാൻ ജെല്ലിക്കൂടെ കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. എന്നാ ആ കിരണെങ്ങാനും ഓഫീസിലോട്ട് വന്നാൽ? ഏയ്, അവൻ ഓഫീസിൽ വന്ന് കളിക്കൊന്നുമില്ല. ഡോണ്ട് വറി. നിക്ക്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്തിന്? ഞാൻ കൊണ്ടുപോയി വിട്ടോളാം. വേണ്ട, ഫ്രണ്ടിൽ ചെന്ന് ഓട്ടോ കിട്ടും. അല്ല, ഈ അവിടെ വരെ ഞാനും വരാം. ഓക്കേ. എന്താ വരുന്നില്ലേ? അവൻ ഒളിച്ചു കളിക്കുക. ഞാൻ വരാം. നിക്ക്. ഇനി അഥവാ ഓട്ടോ കിട്ടിയില്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ നോക്കി എഗ്രിമെന്റ് ഉണ്ടാക്കി നല്ലൊരു വീട് ഏർപ്പാടാക്കണമെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വേണ്ട സാറേ. നല്ല വീട് ഒരാഴ്ച കഴിഞ്ഞ് മതി. ഇത് തൽക്കാലത്തേക്കല്ലേ. എന്നാ പിന്നെ ഹോട്ടലിൽ ഒരു മുറി എടുത്താ പോരെ? അതിന് ധൈര്യമില്ല. ഈ ഹോട്ടലിലൊക്കെ ഈ കീടനാശിനി അടിച്ച പച്ചക്കറിയല്ലേ, അത് കഴിക്കാൻ ധൈര്യമില്ല. ഭക്ഷണം തന്നെത്താൻ ഉണ്ടാക്കണം, അതാ പ്രശ്നം. കൂടെ താമസിക്കുന്ന ആരാന്നാ പറഞ്ഞത്? ഭാര്യയാണോ മകളാണോ? ഭാര്യയാണ്. അല്ല, മകളാണ്. എന്താ സാർ ഒരു ഉറപ്പില്ലാത്തതുപോലെ? അത് തന്നോട് ഞാൻ സത്യം പറയാം. ഈ അടുത്ത കാലത്ത് ഞാനൊരു 2ാം വിവാഹം കഴിച്ചു. അപ്പൊ അത് ഭാര്യയാണല്ലോ. പക്ഷെ കണ്ട മകളാണെന്നേ തോന്നും. അതുകൊണ്ടാണ് ഭാര്യയാണ് മകളാണെന്ന് പറഞ്ഞത്. ചെട്ടിക്കാവ് ഭാഗത്തൊരു പഴയ വീടുണ്ട്. മതി. അവിടെ കട്ടിലും കിടക്കൊന്നുമില്ല. വേണ്ട. കറണ്ട് ഇല്ലാത്തോണ്ട് ഫാനും ലൈറ്റും ഇല്ല. അകത്ത് കയറിയ കുറ്റിയിടാനൊരു വാതിലുണ്ടോ? അത് മാത്രമേ വേണ്ട. എന്നോ ഇവിടെ നിർത്ത്. പെട്ടെന്നിപ്പോ എങ്ങോട്ട് മാറും? ഒരു വീട് കിട്ടിയിട്ടുണ്ട്. അവിടെ താമസിച്ചുകൊണ്ട് വേറെ നല്ല വീട് നമുക്ക് കണ്ടുപിടിക്കാം. ഓനച്ചായൻ എന്താ പറ്റിയത്? ചെറിയൊരു നെഞ്ചുവേദനയേ ഉള്ളൂ. പക്ഷെ ഭാര്യയും മക്കളും ഒക്കെ വന്നു, അതാ പ്രശ്നമായത്. എന്റെ ബാഗും ഡ്രസ്സും ഒക്കെ അവിടെയാണല്ലോ ഉള്ളത്. അത് നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാം. എങ്ങനെ?
ആരടത്? ആഹാ, അശോകനാണോ? ഞാൻ വിചാരിച്ചു വല്ല കള്ളനായിരിക്കും. പിന്നെ എന്തൊക്കെയാണ് പരിപാടികൾ? ഒന്നുമില്ല. പിന്നെന്താ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്? ഓനച്ചന് പശുവിനെ കുളിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. ഞാനിവിടെ ഇങ്ങനെ ഇരുന്നോളാം. അതൊക്കെ രാവിലെ കഴിഞ്ഞു. അശോകൻ എന്താ ഒരു വിഷമം പോലെ? അതല്ലല്ലോ. ഛേ അശോക, ഞാൻ അവളെ തനിക്ക് തന്നെ വിട്ടു തന്നേക്കാം. കുറച്ചു ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ. ആയിക്കോട്ടെ, എനിക്ക് ധൃതിയൊന്നുമില്ല. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എനിക്ക് അശോകൻ എന്താ വേണ്ട പറഞ്ഞോളൂ. ഇച്ചിരി മോരും വെള്ളവും. മോരും വെള്ളോ? ഇപ്പൊ എടുക്കാലോ. അതെ, അന്ന് ഓനച്ചൻ ഉണ്ടാക്കി തന്നതുപോലെ ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ച് സാവധാനം എടുത്താ മതി. അശോക, അശോക, ഇതെങ്ങോട്ടാ ഈ ബായൊക്കെ ആയിട്ട്? എല്ലാം ഞാൻ പിന്നെ പറയാം. മോര് പിന്നെ കുടിക്കാം. മോര് കുടിച്ചിട്ട് പോ അശോക. പിടിച്ചോ, വേഗം വിട്ടോ. പിടിച്ചു. ഇവിടെയാണോ? അതെ, തൽക്കാലത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, ഇത് മതി. സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് നരകത്തിലെത്തിയതുപോലെ തോന്നുന്നു. സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ മനസ്സിലല്ലേ രൂപ. നമ്മൾ വിചാരിച്ചാൽ ഇവിടെയും സ്വർഗാക്കാം. അവിടെ വെച്ച് മനസ്സമാധാനത്തോടെ ഒന്ന് സംസാരിക്കാൻ പോലും സാധിച്ചില്ല. ഇപ്പൊ ശരിക്കും നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിയ പോലെ തോന്നുന്നു. ബ്രോക്കർ ആയിരിക്കും, അവൻ ഉടനെ അയച്ചിട്ട് വരാം. എന്താ ഓരോരോ സാധനങ്ങൾ അവിടെ ഇവിടെ വെച്ച് മറക്കുക. കണ്ടോ, ഹെയർപിൻ ബാത്റൂമിൽ ഇടുക. അയ്യോ, ഇതിനു വേണ്ടി അസുഖമുള്ള ഒരാള് അവിടെ നിന്ന് ഇവിടെ വരെ. അസുഖോ? അതെ, ചില ആളുകളുണ്ട് തങ്ങൾക്ക് അസുഖമാണെന്ന് മറ്റുള്ളവർ അറിയാൻ ആഗ്രഹിക്കാത്തവർ. അവിടെ വീട്ടുകാരൊക്കെ എത്തിയല്ലേ? ഏത് വീട്ടുകാര്? വീട്ടുകാരങ്ങനെ വന്നും പോയി ഇരിക്കും. അതൊന്നും ഓനച്ചൻ ശ്രദ്ധിക്കാറില്ല. ഇങ്ങ് വന്നേ. ഇപ്പൊ വരാം കേട്ടോ. രൂപ, നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കുട്ടിയല്ല ഓനച്ചൻ. പാവം. ആ കുട്ടിയുടെ കുടുംബത്തിലെ ഓരോ കഥകൾ കേട്ട് ഞാൻ ശരിക്കും കരഞ്ഞുപോയി. ഞാനൊന്ന് ആശ്വസിപ്പിച്ചിട്ട്. വേണ്ട, ഞാൻ ധാരാളം ആശ്വസിപ്പിച്ചു കഴിഞ്ഞു. കൂടുതൽ പേരെ ആശ്വസിപ്പിച്ചാൽ കൂടുതൽ ആശ്വാസം തോന്നില്ലേ അശോക? അപ്പൊ ആശ്വാസമല്ല, അലോസരമാണ് ഉണ്ടാവുക. ആണോ? അല്ല, താനത്തിന് ആരോടും പറയാതെ ബാഗ് കൊടുത്ത് ഓടിയത്? രൂപ ഓനച്ചന്റെ വീട്ടിലുണ്ടെന്ന് കിരൺ എങ്ങനെയോ അറിഞ്ഞു. അതാ. ഈശ്വര, അവനതാ വരുന്നു. എന്താ? ആ തെണ്ടി കിരൺ. പുറത്ത്. അവൻ തന്നെ. എന്താ ചെയ്യുന്നേ? ജീവിക്കാൻ സമ്മതിക്കില്ല. ഈ സ്ഥലവും കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യും? അവനെ നമുക്ക് ശരിയാക്കാം. അതിനുള്ള ആളുണ്ട്. പക്ഷെ അതുവരെ രൂപയെ നമുക്ക് സുരക്ഷിതമായിട്ട് ഒരിടത്ത് താമസിപ്പിക്കണം. അതെവിടെയാ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ലോക്കൽ ഗാർഡിയൻ എഴുതിക്കോ. ഓനച്ചൻ, വില്ല നമ്പർ 19, ഹാംലെറ്റ് കോക്കട്ട് വാലി,
കുലശേഖരം. അത് വേണ്ട. അശോകൻ, വില്ല നമ്പർ 46, ഹാംനെറ്റ്, കോക്കനട്ട് വാലി, കുലശേഖരം. അല്ല, ഹോസ്റ്റലിൽ ബുക്ക് ചെയ്ത് ഞാനായതുകൊണ്ട് ലോക്കൽ ഗാർഡിയൻ ഞാൻ തന്നെ ആവണം. അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ. ഒന്നാമത് കൂടെ കൂടെ വന്ന് രൂപയുടെ കാര്യങ്ങൾ നോക്കാൻ ഓനച്ചനെ വിടുന്ന സമയം പശുവിനെ കുളിപ്പിക്കല്ല, അതിന്റെ തീറ്റ. പശുവിനെ തൽക്കാലം വിറ്റാലോ എന്തിന്? എന്തിനെന്ന് ചോദിച്ചാൽ ഫാദർ അലക്സ് റൂം റിസർവ് ചെയ്തത് ഓനച്ചന്റെ പേരില. അപ്പോ ലോക്കൽ ഗാർഡിയൻ ഓനച്ചനല്ലേ? കറക്റ്റ്, എന്റെ പേര് എഴുതിയാൽ മതി. അഡീഷണൽ ആയിട്ട് ഒരു ലോക്കൽ ഗാർഡിയനെ കൂടി വെച്ചൂടെ? അതെന്തിനാ? അതെ, അതിന് ഓനച്ചൻ. സന്ദർശകർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്സ്റ്റേറിൽ 2ാമത്തെ മുറിയാ, അങ്ങോട്ട് ചെന്നോളൂ. ഓക്കെ. അല്ല, നിങ്ങൾ എങ്ങോട്ടാ? അല്ല, ബാഗ് മേലെ. അതൊക്കെ ആ കുട്ടി എടുത്തോളൂ. ഇതൊരു ലേഡീസ് ഹോസ്റ്റൽ അശോക, ആദ്യം അത് മനസ്സിലാക്ക്. ഞാൻ എടുത്തോളാം. ശരി എന്നാ. ബൈ. 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 Thank you very much, madam. ശരി. Okay.